ഒരു വരവിന് ഈ ഏരിയയിലുള്ള മൊത്തം തീർത്തിട്ട് പോകും. പിന്നെ അടുത്ത 2 ദിവസം കഴിഞ്ഞാൽ അപ്പുറത്ത് കൂടെ വരും, തോടിന്റെ അക്കരെ കൂടെ ആ സൈഡിൽ കൂടെ പോകും. രാത്രിയാണെന്ന് വെച്ചാൽ ആന, പകലാണെന്ന് വെച്ചാൽ കുരങ്ങും. വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് സാറേ. എന്ത് ചെയ്യാനാ നമ്മൾ? ഒന്ന് വലുതോ ഒന്ന് ചെറുതോണ്. ആനയുടെ കാൽപ്പാടിന്റെ ശരിക്കത്തെ വലിപ്പം കാണണമെങ്കിൽ ഇത്രയും വലിയ കാൽപ്പാട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത് വലിയ ആന കേട്ടോ. 1.5 അടി. 1.5 അടി അല്ലേ? 1.5 അടി വണ്ണല്ലേ? 1, 2, 1.5 അടി വണ്ണം. 1.5 അടി അല്ലേ? 1.5 അടി വണ്ണം. മൊബൈൽ 6 ഇഞ്ചാണ്, അതുകൊണ്ട് 1.5 അടി. ഫോട്ടോ കാണുന്ന പോലെ തന്നെ, ആ വീഡിയോ കാണുന്ന പോലെ തന്നെ മുഴുത്ത ആന അല്ലേ? അതെ. വാടി ഓടി വാടി രണ്ടാൾ ഓടി വാ. വരും, ഫോറസ്റ്റ് വിളിച്ച ഉടനെ വരും. അവരെ നമ്പർ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ വിളിച്ച ഒരു 5 മിനിറ്റ് അതിന് മുമ്പ് അവിടെ എത്തും. സൈറൻ ആ സൈറൻ മുഴക്കി കഴിഞ്ഞാൽ പിന്നെ ആന കുറച്ചു നേരത്തിന് എവിടെയും ഒരു സൗണ്ട് ഉണ്ടാവില്ല. പിന്നെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാലേ ആന പിന്നെ അവര് പോയി കഴിയുമ്പോൾ വീണ്ടും ഇറങ്ങും. വീട്ടിന് മുറ്റത്താണ്. രാത്രി അറിഞ്ഞായിരുന്നോ? രാത്രി അറിഞ്ഞിട്ടില്ല, ഇന്നലെ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ദിവസം ഉണ്ടാവും. ആരും തന്നെ അറിയുന്നില്ല. ആരും അറിയണില്ല. ഈ രാത്രി അത്ര ഇതാണ്. ചിലപ്പോ ഒരു 7 മണി ആയി കഴിഞ്ഞാൽ അപ്പൊ വരികയാണ്. റോട്ടിൽ കൂടി മനുഷ്യന്മാർ നടക്കണമാതിരി നടക്കുകയാണ്. 9:30 മണിക്ക് ഇന്നലെ ഈ റോട്ടിലേ പോയിട്ടുണ്ട്. ആനപ്പുണ്ടല്ലേ? മൊത്തം ചക്കക്കുരു മാത്രമേ ഉള്ളൂ അല്ലേ? ചക്ക, മാങ്ങ, മുള്ളൊക്കെ ഉണ്ട്. മാങ്ങ എല്ലാം തിന്ന് തീർത്ത്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ മേപ്പാടി പുഴമൂല എന്ന് പറയുന്ന പ്രദേശത്താണ്. ചെമ്പ്ര പീക്കിൻ്റെ തൊട്ട് താഴ്ഭാഗത്ത് അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു പ്രദേശത്ത് കാട്ടാന ഇറങ്ങി വളരെയധികം കൃഷിനാശവും പിന്നെ ആളുകളുടെ വീടിൻ്റെ മുറ്റത്തോടെയൊക്കെ പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പ്രദേശം ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അതിൻ്റെ തൊട്ടപ്പുറമൊക്കെ തേയിലത്തോട്ടവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെമ്പ്ര ഫോറസ്റ്റിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള പ്രദേശമൊക്കെയാണ്. പക്ഷേ എല്ലാ വർഷവും ആന ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ ദിവസം എന്ന് പറയുന്ന പോലെ ആന ഇറങ്ങുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഏതായാലും ഞാനിപ്പോൾ മേപ്പാടി പുഴമൂല എന്ന് പറയുന്ന പ്രദേശത്താണ് ഉള്ളത്. നമുക്ക് ആ ഒരു പ്രദേശത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ഈ ഒരു പ്രദേശത്തുള്ള ആളുകളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇതാണ് പുഴമൂല എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം. നമുക്കിവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമുക്ക് ഏതായാലും ഈ ഒരു പ്രദേശത്തുള്ള ആളുകളോട് തന്നെ ചോദിക്കാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് സുരേഷ്. ഈ സ്ഥലം പുഴമൂല അല്ലേ? എരുമുക്കൊല്ലി 22 പുഴമൂല ഭാഗം. ഓക്കെ. എരുമുക്കൊല്ലിയുടെ തൊട്ട് താഴെ, എരുമുക്കൊല്ലി ചെമ്പ്രയുടെ തൊട്ട് താഴെ എരുമുക്കൊല്ലി 22 എന്ന് പറഞ്ഞ പ്രദേശമാണല്ലേ. ഇവിടെ എന്താ കേട്ടോ ഇവിടെ കഴിഞ്ഞ ദിവസം ദിനംപ്രതിയായിട്ട് ഇപ്പോൾ ഒരു 8:30-9 മുതൽ ഡെയിലി ആനയാണ്. ഇപ്പോൾ 8:30-7 മണി മുതൽ ഡെയിലി ആന വന്നുകൊണ്ട് ജനങ്ങളെ പറമ്പിലും കയറി എല്ലാം വിളകളെല്ലാം നശിപ്പിച്ച് വാഴയും കവുങ്ങും തെങ്ങും ഉള്ള പ്ലാവുകളെല്ലാം നശിപ്പിച്ച് ദിനംപ്രതി വിളയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം നമ്മളെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നോ ഇതുവരെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫെൻസിങ്ങിൻ്റെ പണി തുടങ്ങിയിട്ട് അത് പാതി വഴിയിൽ നിൽക്കുകയാണ്. ഇതുവരെ അതും പൂർത്തിയായിട്ടൊന്നുമില്ല. പിന്നെ ഇന്നലെ മേലെ ഒരു 1.5 കിലോമീറ്റർ ദൂരം മുതൽ ഫുള്ളായിട്ട് എല്ലാ ഇടങ്ങളിലും ആന കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് വാഴകൾ പോയിട്ടുണ്ട്, തെങ്ങ് കവുങ്ങ് എല്ലാം നശിപ്പിച്ച് പോയിട്ടുണ്ട്. കാപ്പികളൊക്കെ ഒടിഞ്ഞ് എല്ലാം ഈ റോട്ടിൽ കൂടെ ഇന്നലെ 9:30 മണിക്കാണ് ആന പോയത്. 9:30 മണിക്ക് ഇന്നലെ ഈ റോട്ടിലെ പോയിട്ടുണ്ട്. ആനപ്പുണ്ടല്ലേ? മൊത്തം ചക്കക്കുരു മാത്രമേ ഉള്ളൂ അല്ലേ? ചക്ക, മാങ്ങ, മുള്ളൊക്കെ ഉണ്ട്. മാങ്ങ എല്ലാം തിന്ന് തീർത്ത്. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഈ റോട്ടിൽ കൂടെ പോകുന്ന ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളുള്ള സ്ഥലമല്ലേ? ഇഷ്ടംപോലെ ഇവിടെ 10-200-250 വീടുകളും ഈ ഒരു ചെറിയ പ്രദേശത്തുണ്ട്. 200 വീടൊന്നുമല്ല, അത് കൂടുതലുണ്ടല്ലേ? അപ്പൊ ഈ വീടിന്റെ മുറ്റത്തൊക്കെ വന്ന് നിൽക്കുക. നമ്മള് വീട്ടില് വാതിലടച്ചിരിച്ച് ഒച്ചയും വിളി ഉണ്ടാക്കുക, പടക്കം പൊട്ടിക്കുക, പോവുക. അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ വീടിന്റെ ഇങ്ങോട്ട് പോയിട്ടുണ്ടല്ലേ? ഈ വീടിന്റെ അവിടെ പോയിട്ടുണ്ട്. പിന്നെ കാപ്പി കാണിച്ചു തരാം. ഉള്ളു ആ കാപ്പി അതാ അവിടെ കാപ്പി വെക്കണ്ട. ഇന്നലെ രാത്രി രാത്രി
9:30 മണിക്ക് നടന്നതാണിത്. ഇന്നലെ രാത്രി 9:30. 9:30 ആകുമ്പോ 1.5 കിലോമീറ്റർ വന്ന് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇന്നലെ വന്നതാണ്. അതാ ഈ മഴയത്ത് ഞങ്ങൾ അറിയുന്നുണ്ടോ ഈ സംഭവം വീടിന്റെ അടുത്തല്ലേ? അറിയില്ലെന്ന് ഒന്നും അറിയില്ല. ചേട്ടന്റെ പേരെങ്ങനെയാ? എന്റെ പേര് മണി. ചേട്ടന്റെ വീടിന്റെ മുറ്റത്താലെ? എൻ്റെ വീടിന്റെ മുറ്റത്താണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ രാത്രിയാണ് വന്നിട്ട് ഇത് മുഴുവൻ അനുസരിച്ച് എൻ്റെ കാപ്പിയും സകലം തവിട്ട് പൊടിയാക്കി ആ കാപ്പിയൊക്കെ കണ്ടില്ല, കിടക്കുന്നുണ്ടല്ലോ. കാണിച്ചിട്ട് ഈ ഇതിലേക്ക് ഫുള്ളായിട്ട് തിന്നിട്ട് ആദ്യം കയറി. രാത്രി അറിഞ്ഞോ സംഭവം? രാത്രി അറിയണ്ടേ, മഴയത്ത് ഞങ്ങൾക്ക് ഒന്നും അറിയില്ലല്ലോ. രാവിലെ വന്ന് നോക്കുമ്പോഴല്ലേ അറിയുന്നത് സംഭവം. പിന്നെ കറണ്ട് ഉണ്ടായിരുന്നില്ല അന്നേരം, കറണ്ട് ഇല്ല. ഈ ആന വന്നത് അറിയുന്നില്ല, പെരുമഴയാണ്. ഈ വാഴയും കാപ്പിയും അല്ലാതെ നിങ്ങളുടെ പറമ്പിലേക്കൊക്കെ പറമ്പ് അവിടെ നിന്ന് പോയി നോക്കി മൊത്തത്തിൽ ഇതാക്കുന്നു, മൊത്തത്തിൽ ശരിയാക്കി കംപ്ലീറ്റ് നശിപ്പിച്ച്. അതാണ് പറയുന്നത്. ഇത് വന്ന ഒന്നല്ല 2 ഉണ്ടായിരുന്നല്ലേ? 2 ഉണ്ടായിരുന്നു. ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. ഒന്ന് വലുതും ഒന്ന് ചെറുതും ആണ്. ചെറുത് അത് അധികം വലുപ്പമില്ല. അതിന്റെ ചവിട്ടാണ് അങ്ങനെ ഫുള്ള്. എന്താ കാട്ടിന് ഇതിനെ കൊണ്ട് രാത്രി ആണെച്ചാൽ ആന, പകലാണെച്ചാൽ കുരങ്ങി. വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് സാറേ. എന്ത് ചെയ്യാനാ നമ്മൾ ജീവിക്കാൻ നിർത്തില്ല. പിന്നെ പെരുമഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒഴിഞ്ഞു പോവും വേണം. എങ്ങോട്ടെങ്കിലും രാത്രി പോകണമെന്ന് വെച്ചാലേ ഇനിയിപ്പോൾ രാത്രി ഞങ്ങൾ ഈ പെരുമഴ പെയ്യാൻ ഇവിടെ തോടുണ്ടോ, ഈ തോട്ടിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഒഴിവാകണം. അപ്പോൾ ഇവിടേക്ക് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആനയൊക്കെ ഉണ്ടാവുക. ഞങ്ങൾ എന്താ ചെയ്യുക? ഇതൊക്കെയാണ് പ്രശ്നം കൊണ്ട് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. ചേട്ടൻ്റെ വീടാണ് ഈ കാണുന്നത്. എൻ്റെ വീടാണത്. തൊട്ട് മുമ്പിൽ തന്നെ കേട്ടോ ഇങ്ങനെ ഇത്ര ഒരു സംഭവമൊക്കെ നടന്നത്. ഏതായാലും നമ്മളെ കാണിച്ചു തരാനായിട്ട് എല്ലാവരും വന്നിരിക്കുകയാണ്. അടുത്ത സ്ഥലത്തേക്ക് പോകാം കേട്ടോ. കാപ്പിയൊക്കെ ഇതിലെ കയറി വന്ന് ഇവിടെയൊക്കെ ചവിട്ടി ഇതിലെ ആട്ടോ കയറി വന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു പ്ലാവുണ്ട്. ഈ ഒരു പ്ലാവേന്ന് നിന്ന് ചക്കയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ തന്നെ ആന പിണ്ടമിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് കാണാം. ഇതിൻ്റെ അകത്തും ചക്കക്കുരു മാങ്ങയല്ലാതെ മറ്റൊരു സാധനം കാണാനായിട്ട്. അതല്ലോ മാങ്ങയുടെ അണ്ടിയും അതുപോലെ തന്നെ ചക്കക്കുരു മാത്രമേ കാണാനുള്ളൂ. അതായത് ഈ ആന സ്ഥിരമായിട്ട് ഈ നാട്ടുപ്രദേശത്ത് തന്നെ ഉള്ള സംഭവങ്ങളൊക്കെ തന്നെ തിന്ന് ജീവിക്കുക എന്നുള്ളതാണ്. കാട്ടിലെ ഭക്ഷണമൊന്നും ഇത് തിന്നുന്നില്ലെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നല്ലോ. ചക്ക പൊട്ടിച്ചല്ലേ? പൊട്ടിച്ചല്ലേ? അപ്പോഴത്തേക്കും വയറ് നിറഞ്ഞാവും. ഓ എല്ലാ വീട്ടിൽ ഇവിടെയും പൊളിച്ചിട്ടുണ്ടല്ലേ? എല്ലായിടത്തും അത് എത്തുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്നൊക്കെ സകല സ്ഥലത്തും പോകുന്നുണ്ടല്ലേ? എല്ലാ സ്ഥലത്തും. ഇനിയിപ്പം തൊട്ട് മുകളിലെ ഭാഗത്തും കഴിഞ്ഞ ദിവസങ്ങൾ വന്നത്, അതുപോലെ തന്നെ ഇന്നലെ രാത്രി വന്നതൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു ഇത് മനസ്സിലാക്കാനായിട്ടാണ്. അപ്പുറമൊക്കെ ഇഷ്ടംപോലെ വീടുകളുള്ള ഒരു പ്രദേശമായിട്ട് ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ 10-200 വീടുകൾ ഈ ഒരു പ്രദേശത്തുണ്ടെന്ന് പറയുമ്പോൾ തികഞ്ഞ ജനവാസ മേഖല തന്നെയാണ്. ഈ ഒരു വഴി കൂടെയാണ് ആന എല്ലാ ദിവസവും രാത്രി ഇറങ്ങി വരുന്നത് കേട്ടോ. നമുക്ക് ഈ റോട്ടിലൊക്കെ കാണാം കണ്ടോ ആനപ്പിണ്ടമൊക്കെ കിടക്കുന്നത് കാണാം. ഇവിടെ അതുപോലെ തന്നെ ആനപ്പിണ്ടത്തിൻ്റെ അത് ചക്കക്കുരു മാത്രമേ കാണാനുള്ളൂ. അതായത് നാട്ടിൽ ഈ പ്ലാവിലും ഉണ്ടല്ലേ? ഈ പ്ലാവിൻ്റെ മുകളിൽ നിന്നാണ് ഒരു 10-15 ചക്ക ഉണ്ടായതാ. എല്ലാം പോയി കളഞ്ഞ്. ഇന്നലെ രാത്രി കൊണ്ടാണ് ഇതിലൊരു 10-15 ചക്ക കൂട്ടത്തോടുണ്ടായിരുന്നു. അതിലുള്ളപ്പോൾ ആകെ 2-3 ഉള്ളൂ. ഇന്നലെ ബാക്കി എല്ലാം ഇന്നലെ തീർത്തിട്ടുണ്ട്. ചക്കയാണ് കേട്ടോ ആന പ്രധാന. ചക്കാന്ന് മാത്രല്ല മാങ്ങയും കുടിക്കുക, മാങ്ങ പറിക്കുക. ഇതവിടെയൊക്കെ മാങ്ങ പറിക്കലും കാപ്പി ഒടിക്കലും ഇതന്നെ അതിന്റെ പണി. ചേട്ടൻ്റെ പേരെങ്ങനെയാ? ചന്ദ്രൻ. പറഞ്ഞു. ഞാൻ വീട് ദിവസം ചേട്ടൻ്റെ വീടിന്റെ മുറ്റത്തല്ല ഇങ്ങനെ? വീടിന് മുറ്റത്താണ്. ഓ രാത്രി അറിഞ്ഞായിരുന്നോ? രാത്രി അറിഞ്ഞിട്ടില്ല, ഇന്നലെ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ദിവസം ഇതാവും. ആരും തന്നെ അറിയുന്നില്ല? ആരും അറിയണില്ല. ഈ രാത്രി അത്ര ഇതാണ്. ചിലപ്പോൾ ഒരു 7 മണി ആയി കഴിഞ്ഞാൽ അപ്പോൾ വരികയാണ്. റോട്ടിൽ കൂടി മനുഷ്യന്മാർ നടക്കണമാതിരി നടക്കുകയാണ്. അതേമാതിരി തന്നെ ഇപ്പോൾ MLA ഫണ്ട് 25 ലക്ഷം റുപ്യ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. പെൻസിങ്ങിൻ്റെ ഇതിലേക്ക്. പിന്നെ നമ്മൾ ഈ കൂട്ടമുണ്ട ഭാഗം അതിൻ്റെ കാലൊക്കെ കുഴിച്ചിട്ട് പകുതി പണിയൊക്കെ എടുത്തിട്ടുണ്ട്. പകുതി പണിയെടുത്തിട്ട് ഇപ്പോൾ 2 മാസമായി. അത് പൂർത്തിയായിട്ടില്ല. അപ്പോൾ അത് റേഞ്ചർ സോളാർ വേലി തൂക്ക് വേലിയാണ്. അപ്പോൾ അവരിപ്പോൾ 2 മാസം ആയി ഇവിടുന്ന് പോയിട്ട് കാലിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ റേഞ്ചർ അതിന് ഒപ്പിട്ട് കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അതാ പെയിൻറ്റിങ്ങിലായി നിൽക്കുകയാണ്. ഇതിന്റെ തൊട്ട് മുകളിൽ എരുമക്കൊല്ലി ഭാഗത്തല്ല ഇന്നാളെ ഒരാളെ കൊന്നത്. അത് ഇവിടെ എങ്ങനെയായിട്ട് ഈ ഭാഗത്ത് പുളക്കൊന്ന് ആ ഭാഗത്തായിട്ടാണ് കൊന്നത്. ഈ ഒരു തേയിലത്തോട്ടമൊക്കെ ഇതിന്റെ ചെമ്പ്ര എസ്റ്റേറ്റ് തന്നെയാണ്. അപ്പോൾ MLA ഇതിൽ 25 ലക്ഷം ഉറുപ്പിക വെച്ചിട്ടുണ്ട്. അതിന്റെ പകുതി പണിപ്പോൾ എടുത്തിട്ട് നിൽക്കുകയാണ് സാറേ. അപ്പം അതുകൊണ്ട് ഇവിടുന്ന് ഫോറസ്റ്റ് എത്ര ദൂരമുണ്ട്? ഫോറസ്റ്റിലേക്ക് ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ ഉണ്ടാവും. 2.5 കിലോമീറ്റർ അല്ലേ റേഞ്ച് ഓഫീസിലേക്ക്. അതിന്റെ ഇടയ്ക്ക് മറ്റേ ഫോറസ്റ്റിലേക്കല്ലേ? ഫോറസ്റ്റിലേക്ക് ഇവിടുന്ന് ഒരു 1.5-2 കിലോമീറ്ററോളം ദൂരം കാണുന്നതാണ്. അപ്പം അതുകൊണ്ട് സാറൊക്കെ ഒന്ന് മെനക്കെട്ടിട്ട് നമ്മൾ ആ ഫെൻസിങ്ങിൻ്റെ പണി ഒന്ന് തീർത്ത് തരാൻ ഒന്ന് അഭ്യർത്ഥിക്കണം. അത്ര മാത്രമേ പറയുള്ളൂ. ഈ ഭാഗത്തു നിന്ന് ആണ് കൂടുതൽ ആന ഇങ്ങോട്ട് വരുന്നത്. ഈ ഈ ഫെൻസിങ്ങിൻ്റെ പണി ഏകദേശം പൂർത്തിയായാൽ തന്നെ ആനൻ്റെ ശല്യം ഇവിടെ കുറഞ്ഞു കിട്ടും. അത്രേ നമുക്ക് പറയാനുള്ളൂ. ഹലോ, ആ ചേട്ടൻ പറഞ്ഞാൽ തന്നെ ചേട്ടൻ്റെ വീടാണ് ഈ കാണുന്നത്. വീടിൻ്റെ മുറ്റത്താണ് കഴിഞ്ഞ രാത്രി ആന വന്നു നിന്ന് ഒരു 10-15 ചക്ക ഉണ്ടായിരുന്ന പ്ലാവാന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ആപ്പിള ഒരു 2 പിഞ്ചും പിന്നെ ആ നിലത്ത് ചവിട്ടി പൊട്ടിച്ചിട്ടിരിക്കുന്ന ഒരു കഷ്ണം മാത്രമേ ബാക്കി കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം ആന അകത്താക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉള്ളതാണ്. ഈ ഒരു പ്രദേശത്തോടെയാണ് ആന ഇങ്ങനെ ദിവസവും എന്ന് പറയുന്ന പോലെ ഇങ്ങനെ വിലസി നടക്കുന്നത് കേട്ടോ. ഇത് ചേട്ടൻ്റെ വീടാണ്? ഇത് നമ്മളെ വീടാണ്. നമ്മളെ വീടിന്റെ സൈഡിലാണ് ഇന്നലെ ആന വന്നിട്ട് ഇവിടുത്തെ മാങ്ങ ഫുള്ള് പറിച്ച് തിന്നുക, പിന്നെ കുഴിച്ചിടുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരു വരവിന് ഈ ഏരിയയിലുള്ള മൊത്തം തീർത്തിട്ട് പോകും. പിന്നെ അടുത്ത 2 ദിവസം കഴിഞ്ഞാൽ അപ്പുറത്ത് കൂടെ വരും, തോടിന്റെ അക്കരെ കൂടെ ആ സൈഡിൽ കൂടെ പോകും. ഇന്ന് വന്ന റൂട്ടിൽ കൂടെ ഇനി വരില്ല. ഇനി 2 ദിവസം കഴിഞ്ഞാൽ ആന ചാടിക്കറന്നത് കയറിപ്പോയ സ്ഥലമാണ്. ഈ മാവ് കുലുക്കി ഇന്നലെ കുറെ മാങ്ങ പറിച്ച് തിന്നിങ്ങനെ. പിന്നെ രാത്രി ആയതുകൊണ്ട് മഴ പെയ്യണോണ്ട് അധികം ആൾക്കാർക്ക് അറിയില്ല. പിന്നെ കറണ്ടും ചില സമയം ഉണ്ടാവില്ല. നമുക്കിവിടെ ഇൻവേർട്ടറൊക്കെ ഉള്ളതുകൊണ്ട് വെളിച്ചമുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയും. ഒച്ചയായിട്ട് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട്. കറണ്ട് ഇവിടെ മഴ പെയ്താൽ കറണ്ട് പോക്കാം. പിന്നെ രാത്രി ആയതുകൊണ്ട് വിളിച്ചാൽ ആരും വരില്ല. നേരിട്ട് മുറ്റത്ത് നിൽക്കുന്ന ആനയാണ്. നമ്മളെ വീടിന്റെ തൊട്ട് മുമ്പിൽ കാണുന്നത്. പിന്നെ ഇന്നലെ ഫോട്ടോകൾ ആ വീഡിയോ നമ്മളെ തൊട്ട മേലത്തെ വീട്ടിന്റെ ഒരു ജനലിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്. അവിടെ ഇതേപോലെ അങ്ങനെ കയറിയിട്ട് പിന്നെ റോട്ടിൽ കൂടെയാണ് വന്നത്. കാണിച്ചുതരാം. കുറച്ച് മുകളിൽ പോണം. നടക്കാനുള്ള ദൂരമുള്ള കുറച്ച് വരി തന്നിട്ടോ. നിങ്ങൾക്ക് വീടുകൾ കണ്ടാൽ തന്നെ മനസ്സിലാകും കേട്ടോ. ചുറ്റും വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. എല്ലായിടത്തും വീടാണ്. ഇതാണ് അങ്ങോട്ടും അപ്പുറം ഇപ്പുറം ഒക്കെ വീടാട്ടോ. ഇങ്ങനെ ഒരു പ്രദേശമാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു 2.5 കിലോമീറ്റർ മുകളിലേക്ക് പോയാലും അങ്ങ് ദൂരെ ആ കാണുന്നതാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതിന് അപ്പുറത്ത് കാണുന്ന ആ മലയാണ് ചെമ്പ്ര എന്ന് പറയുന്നത്. അപ്പോൾ ചെമ്പ്രയുടെ ഏകദേശം ചൂട്ടിലായിട്ട് വരുന്നൊരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു പുഴമൂല എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിന് പേര് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ളവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അത് കവിഞ്ഞൊഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്കൊക്കെ പിന്നെ പോക്കും വരവും നടക്കില്ല. പിന്നെ ഇവർ ക്യാമ്പിലേക്കൊക്കെ മാറേണ്ടി വരുന്നൊക്കെ പറയുന്നത്. ഈ വഴിക്കൊക്കെ ആയിരിക്കുമല്ലോ എല്ലാ ദിവസവും പോകുന്നത്? ഇത് ഈ വഴി തന്നെ സ്ഥിരമായി പോകുന്ന. ഇന്നലെ ഇവിടെ 7 മണിയാകുമ്പോഴത്തേക്കും വരും അല്ലേ? ഓഹോ, വീടുകൾ തന്നെ കണ്ടല്ലോ. എത്ര വീടുകളാണ് അറിയാം. എല്ലാം വീടുകളാണ്. അതെ അതെ അതെ. ജനം തിങ്ങി പറക്കുന്ന സ്ഥലം. വീടുകളുള്ള തന്നെ അടയ്ക്കാം അല്ലേ? ഒരു പേടിയില്ലാണ്ടല്ലേ? ആൾക്കാരുടെ നേരെ വരുന്ന വല്ല സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതുവരെ? ആൾക്കാരുടെ നേരെ ആന വരുമ്പോ പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറുകയാണ് പേടിച്ചിട്ടല്ലേ? ആരും ആനയുടെ നേർക്ക് നിൽക്കലില്ല. അതെ അതെ അതെ. ഇന്നലെ രാത്രി ഇവിടെയായിരുന്നു കാൽപ്പാട്. ഈ വീടിന്റെ ബാക്കിലൂടെയാണ് ഇന്നലെ ആന പോയതുള്ളത്. ഈ വീടിന്റെ ബാക്കിൽ ഒരു റോഡുണ്ട്, അതിൽ കൂടെയാണ്. ചേച്ചിയുടെ പേരെങ്ങനെയാ? സുഗന്ധി. ഇന്നലെ രാത്രി ഇതിലേ വന്നല്ലേ? ആണല്ലേ? അപ്പൊ നേരിട്ട് കണ്ടോ? ആണല്ലേ? ആണല്ലേ? ഇവിടെ എന്തെങ്കിലും പറിക്കുമായിരുന്നു? അതെയോ? ഓ മാങ്ങ. ഇതായിരുന്നല്ലേ മാങ്ങ. ചക്കയും മാങ്ങയും തന്നെയല്ല എല്ലായിടത്തും. ഇതിനും എന്തെങ്കിലും വേറെ എന്തെങ്കിലും നാശനഷ്ടം വരുത്തിയോ? വേറെ എന്തെങ്കിലും നശിപ്പിക്കുക എന്തെങ്കിലും ചെയ്താ?
ഒന്നുമില്ല അല്ലേ? അല്ലേ, രാത്രി അപ്പം നിങ്ങൾക്ക് പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? എല്ലാ വീട്ടിലും കയറി പോയിട്ടുണ്ടല്ലേ? സ്ഥിരമായിട്ട് എല്ലാവരുടെ വീട്ടിന്റെ മുറ്റത്ത് കൂടെയും പോകുന്ന ഇന്ന് വന്നു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ ഈ റൂട്ടിൽ കൂടെ ഇനി വരുള്ളൂ ആന തന്നെ. പിന്നെ അപ്പുറത്തെ റൂട്ട് മാറ്റി അങ്ങനെ മാറി മാറിയേ വരിക ആണല്ലേ? ഇഷ്ടം പോലെ വീടുകളാട്ടോ, എല്ലായിടത്തും വീടുകളുള്ളതാ. ഇവിടെയൊക്കെ 10 സെന്റില് വീടുകളാണ് ഉള്ളത്. എല്ലാം 10 സെന്റ് 20 സെന്റ് അതിൽ കൂടുതലില്ല. ജനം തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് മേപ്പാടി 16ാം വാർഡിൽ എന്ന് വെച്ചാല് ഈ ഒരു ഇതിലെയാണ് ഇന്നലെ ആന പോയത്. വീഡിയോ എടുത്ത സ്ഥലം ആ വീട്ടിൽ നിന്ന് ആണ് വീഡിയോ എടുത്തത്. വലിയ ആന. ആ വലിയ ആന വീഡിയോ എടുത്ത് വിട്ട് ഈ വീട്ടിൽ നിന്ന് എടുത്തേ? ആ വീട്ടിൽ നിന്ന് ആ തൊട്ടപ്പുറത്ത് ഇവിടുന്ന് ആന റിട്ടേൺ വരിക ചെയ്ത് ഇവിടുന്ന് ഇന്നലെ തിന്നാണ്. ചേച്ചിയുടെ വീടിന്റെ പുറകുവശല്ലേ? ആ പുറകുവശം, ആ വീടിന്റെ പുറകുവശം. ഇവിടുന്ന് ഈ ചക്കയൊക്കെ പറിച്ചിട്ട് ആണ് ഇതിലെ പറമ്പിൽ കൂടെ തന്നെ അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു അല്ലേ? അങ്ങോട്ട് പോയി. ഈ വീട്ടിൽ നിന്നാണ് നമ്മൾ വീഡിയോ എടുത്ത് ഇങ്ങോട്ടാ പോയത് ആദ്യം. പിന്നെ റിട്ടേൺ വന്നതാണ് ഇങ്ങോട്ട്. ആണല്ലേ? ആ ഇത് എല്ലാ ദിവസവും വരുന്ന പറയുമ്പോ ഇതാ ഒത്തിരി ദൂരേക്കൊന്നും പോകുന്നു കാണുകയല്ലേ? ദൂരെ ഒന്നും പോയില്ല. ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു മുളങ്കാടുണ്ട്, അവിടെ തമ്പടിച്ച് നിൽക്കുക. രാത്രി അവിടെ നിൽക്കും. ഒരു 7 മണി 8 മണി ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങും. പാടുണ്ടോ? ഇവിടെ ആനച്ചൂരുണ്ടല്ലേ? ഈ വീട്ടിൽ നിന്നാണ് വീഡിയോ എടുത്ത് ഇന്നലെ. ഇതിലാണ് ഇറങ്ങിയത്. അല്ലല്ലേ, ഇതിലെ ഇറങ്ങിയാട്ടോ. ചക്കയൊക്കെ പൊട്ടിച്ചിട്ടേക്കുന്നതാണ്. ഈ വീട്ടിൽ നിന്നാണ് ആ പയ്യൻ വീഡിയോ എടുത്ത്. ഈ മാങ്ങയൊക്കെ ഇന്നലെ കുളിക്കായിരിക്കും. ഇഷ്ടംപോലെ മാങ്ങ കേട്ടോ. ഈ വീട്ടിൽ നിന്നാണ് ആ പയ്യൻ ആനയ്ക്ക് വീഡിയോ എടുത്ത്. ആനയ്ക്ക് വന്ന വയറ് നിറച്ച് പോകാനുള്ള സാധനം ഉണ്ടല്ലോ ഇവിടെ. ഉണ്ട്, ഇഷ്ടം പോലെ തിന്നാൻ സാധനം ഇഷ്ടം പോലെ ഉണ്ട്. ഈ വീട്ടിൽ നിന്നാണ് ഇന്നലെ ആ പയ്യൻ വീഡിയോ എടുത്തല്ലേ? ഈ വീട്ടിൽ നിന്നല്ലേ ആയിരിക്കല്ലേ? നമ്മളിപ്പോൾ കണ്ട ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് ഈ ഒരു വീട്ടിൽ നിന്നാട്ടോ. ഈ ഒരു ജനലിൽ നിന്നാണ്, ജനലിൻ്റെ മുമ്പിൽ കൂടെയാണ് അവർ ആ വീഡിയോ എടുത്തതാ. ഈ ഒരു മുറ്റത്തോടെയാണ് ആന നടന്നു പോയിരിക്കുന്നത്. ഇതിലിങ്ങനെ നടന്നു പോയി നമുക്ക് ആ വഴി നടന്നു പോയ പാടും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇതാ പാട്. ഈ വീടിൻ്റെ ചവിട്ടുപാട് അത് കണ്ടു. ഇതിലേ എടുത്തല്ലേ? അതെ. ഇങ്ങോട്ടോ ഈ ഒരു വഴി കൂടെയാണ് ആന കടന്നു പോയത്. ഇതിലെ അങ്ങനെ ഇറങ്ങി ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ? ആന ഇതിപ്പോ ഫോറസ്റ്റ് പോലെ ആനപ്പിണ്ടോ അല്ലേ? ഇന്നലെ പോയതാണ് ഇതിലെ. തോട്ടുകൂടെ ഇറങ്ങി ഇതിലിങ്ങനെ ഇറങ്ങി ആ അപ്പുറത്ത് കയറിയിട്ട് ഇങ്ങോട്ട് അപ്പുറത്ത് കൂടെ വന്ന്. ഇതൊക്കെ ഓരോരുത്തരുടെ പറമ്പായിരിക്കും. ഓരോരുത്തരുടെ പറമ്പ്. ഈ തോടിന് അപ്പുറം ഫോറസ്റ്റ് ആണോ? അല്ലല്ല, അപ്പുറം ഇതേപോലെ തന്നെ 10 സെന്റ് ഓരോരുത്തരുടെ പറമ്പ് വീടുകൾ. അപ്പൊ അവിടെ വീടിന്റെ മുമ്പിൽ കൂടെ ആയിരിക്കും പോയി? എല്ലാം വീടിന്റെ മുമ്പിൽ കൂടെ. ഇന്നലെ വൈകുന്നേരം ആന വന്ന സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ആന സ്റ്റാർട്ടിങ് തുടങ്ങിയത്. ഒരു 7:30 8 മണിക്കാണ് ഇവിടുന്ന് ആന സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ അറിയിച്ചിട്ട് ആളുകളെല്ലാം ജാഗ്രത പുലർത്തണം, ആന വന്നിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് വന്നത്. അതിനുശേഷം പിന്നെ ആളുകൾ ആനേനെ വാച്ച് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ആന എല്ലാവരും വളപ്പിലും കയറി മാങ്ങി ചക്കയും കവുങ്ങൊക്കെ ഒടിക്കലും വാഴ തള്ളിയിടലും എല്ലാം ചെയ്ത് തിന്ന് തീർത്ത് ഒരു 9:10 മണിക്ക് താഴെ എത്തിയത്. അപ്പോൾ ഏകദേശം ഫോറസ്റ്റ് വന്ന് ഒന്ന് സൈറൻ മുഴക്കിയപ്പോൾ അത് ഓടിപ്പോയി. ഞാൻ ചോദിക്കാൻ വന്നേ, നിങ്ങൾ അപ്പോൾ ഫോറസ്റ്റുകാരെ വിളിക്കും? നമ്മൾ വിളിക്കും. ഫോറസ്റ്റ് അപ്പം തന്നെ വരും. ഫോറസ്റ്റ് വിളിച്ച ഉടനെ വരും. അവരെ നമ്പർ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ വിളിച്ച ഒരു 5 മിനിറ്റ് അതിന് മുമ്പ് അവിടെ എത്തും. അടുത്ത് തന്നെ ആയതുകൊണ്ട് ആനക്കറിയാം സ്ഥിരമായിട്ട്. സൈറൻ ആ സൈറൻ മുഴക്കി കഴിഞ്ഞാൽ പിന്നെ ആന കുറച്ചു നേരത്തിന് എവിടെയും ഒരു സൗണ്ട് ഉണ്ടാവില്ല. പിന്നെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാലേ ആന പിന്നെ അവര് പോയി കഴിയുമ്പോൾ വീണ്ടും ഇറങ്ങും. ദിനം പ്രതി ഇതൊരു എല്ലാ സ്ഥലത്തും കേൾക്കുന്നത്. അവര് പോയി കഴിയുമ്പോൾ വീണ്ടും ഇറങ്ങും. ദിനം പ്രതി 8-9 മണി കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങൾക്ക് ഒരു ടൗണിൽ നിന്ന് ഒരു സാധനം വാങ്ങിയിട്ട് 8:30 കഴിഞ്ഞാൽ കണ്ട് വരാൻ പറ്റില്ല. അപ്പോൾ ആന ഇറങ്ങുക. ജോലിയൊക്കെ പുറത്താണ്. പുറത്ത് ഞങ്ങളിപ്പോ ആനനെ പേടിച്ചിട്ട് 7:30-8 മണിയാകുമ്പോൾ വേഗം വീട്ടിൽ കയറുകയാണ്. കാരണം വഴിയിൽ ചായക്കടൊക്കെ ഉള്ള ശരിക്കും മുളക്. അങ്ങനെ 7-8 മണി എന്ന് പറയുമ്പോൾ അത് ആ കറക്റ്റ് സമയം നിൽക്കണ്ടേ? ചിലപ്പോൾ അതിന് നേരത്തെ വരും. കഴിഞ്ഞ ദിവസം 7 മണിക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ 6 മണിക്ക് നമ്മൾ മുളങ്കാട്ടിൽ നിന്നും ഫോട്ടോ എടുത്തൊക്കെ ഉണ്ട്. അപ്പൊ ഒന്നും ഫോറസ്റ്റിനെ വിളിക്കുമ്പോൾ അവർ ഉടനെ വരും. അവർ വന്ന് ഓട്ടിക്കലും പിടിക്കലും പിന്നെ അവരാണ് നമ്മളെ ആളുകളെ ഇങ്ങോട്ട് കടത്തുന്നത്. അവരെ വണ്ടിയിൽ അവരും ഫ്രണ്ടിൽ പോവും, നമ്മൾ പുറകിൽ വന്നിട്ട്
എസ്കോർട്ട് വെച്ചിട്ട് അങ്ങനെ വരും. സഹകരണം ഉണ്ട്, ഫോറസ്റ്റ് ഒക്കെ സഹകരണം ഉണ്ട്. ഓ ആനയെ പേടിച്ചിട്ട് വെച്ചേക്കുന്ന കാരണം ഇവര് രാത്രി വരാൻ നേരം വഴുകണോണ്ട് ലൈറ്റ് ഇട്ട് വെച്ചിട്ടേ ലൈറ്റ് കണ്ടാൽ ആന രാവിലെ മുതൽ ഇട്ട് വെച്ചിട്ട് അവര് ഇരുടായിട്ട് വരുന്നോണ്ട് ഇവിടെ ഇച്ചിരി വെളിച്ചം കാണാൻ വേണ്ടിട്ടോ. ഇവരൊക്കെ ജോലി ചെയ്യുന്ന വെളിച്ചം കണ്ട ആന വരില്ല, കുറച്ച് മാറിപ്പോവും. അതെ അതെ. അപ്പൊ അതുകൊണ്ട് ഇവര് ലൈറ്റ് ഇട്ട് വെച്ചിട്ട് പോയത്. ഇതിന് മുന്നേ ഈ വഴി കൂടെ വന്നിട്ടുണ്ടാവും അല്ലേ? സ്ഥിരമായിട്ട് വരുന്നുണ്ട്, ഒരു 1.5 2 ദിവസം കൂടുമ്പോ വരുന്നതാണ്. അതെ അതെ അതെ. ആനയുടെ കാൽപ്പാടിന്റെ ശരിക്കത്തെ വലിപ്പം കാണണമെങ്കിൽ ഇത് നോക്കേട്ടാ, ഈ കാൽപ്പാടിന്റെ വലിപ്പം ഒന്ന് ചുമ്മാ ഒന്ന് എടുക്കാൻ പറ്റുമോ? അളവ് എടുക്കാനാ? ചുമ്മാ എടുത്തോ അളവ് പറഞ്ഞു. ഇത്രയും വലിയ കാൽപ്പാട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത് വലിയ ആന കേട്ടോ. 1.5 അടി. 1.5 അടി അല്ലേ? 1.5 അടി വണ്ണം അല്ലേ? 1 2 1.5 അടി വണ്ണം. 1.5 അടി അല്ലേ? 1.5 അടി വണ്ണം. ആ ഫോട്ടോ കാണുന്ന പോലെ തന്നെ മൊബൈൽ 6 ഇഞ്ചാണ്, അതുകൊണ്ട് 1.5 അടി. ഫോട്ടോ കാണുന്ന പോലെ തന്നെ, ആ വീഡിയോ കാണുന്ന പോലെ തന്നെ മുഴുത്ത ആന അല്ലേ? അതെ. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തുള്ള ആളുകൾ പകർത്തിയ 1-2 വിഷ്വൽ നമ്മുടെ കയ്യിലുണ്ട്. ആ ഒരു വിഷ്വൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാകും കേട്ടോ. വാടി ഓടി വാടി രണ്ടാൾ ഓടി വാ രാണോ കണ്ടടി നോക്കി മേലക്ക് നമുക്ക് മേലെ കയറാം. ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് നമുക്ക് മാത്രം നമ്മളിപ്പോൾ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ അതിഭീമാകാരമായൊരു ആന തന്നെയാണ് കേട്ടോ. അത് ഈ ഒരു വഴി കൂടെയാണ് ആന പോയത്, ഈ വീടിൻ്റെ മുമ്പിൽ കൂടെ. അതുപോലെ ഈ വീടിൻ്റെ തൊട്ട് സൈഡിൽ കൂടെയുള്ള ഈ ഒരു റോഡ് അതാ ഇവിടെ നിന്നാണ് ഇതിലെയും ആന പോയിട്ടുണ്ട് കേട്ടോ. ഓ ഈ കാപ്പിയൊക്കെ നശിപ്പിച്ചോ അല്ലേ? ആണല്ലേ? കാപ്പിയൊക്കെ ആന തന്നെ കേട്ടോ. വലിയ കാൽപ്പാടാണ്. ഷെഡിൽ താമസിക്കണം കാണിച്ചു തരാം. ഇതൊക്കെ എടുക്കേണ്ടത്. അതൊരു വികലാംഗി, ഒരു വയസ്സായ ഒരു ഭിന്നശേഷിക്കാരി. ഇത് വലിപ്പം കുറഞ്ഞ ആന അല്ലേ? 2 ആന ഉണ്ടെന്നല്ലേ? അതില് ഒരു ചെറിയ ആനയാണ് ഇതല്ലേ? ഇത് എല്ലാത്തിനകത്തും ചക്കൂര് തന്നെ. അതെ അതെ. അത് ഇവിടെ 2 വന്നിട്ടുണ്ട്. 2 വന്നിട്ടുണ്ട്. കാൽപ്പാട് കണ്ടോ? 2 വന്നിട്ടുണ്ട്. വലിപ്പമല്ലേ കാൽപ്പാടിന്? കേട്ടോ. ഇവിടെ നശിപ്പിച്ചിട്ടുണ്ടല്ലേ? നോക്ക് ഈ ഈ കാപ്പി മൊത്തം കളഞ്ഞു കേട്ടോ. ഇതുണ്ട് മൊത്തം ഇവിടെ നിരപ്പാക്കി കളഞ്ഞു. ഇത്രയും കാലമായിട്ട് ഏറ്റവും കൂടുതൽ നശിപ്പിച്ചത് ഇന്നലെ. ഇതിലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലേ? ഈ ഷെഡിലാണ് താമസിക്കുന്നത്. എന്റെ അമ്മ ആനയെ കണ്ടായിരുന്നോ അമ്മച്ചി? അമ്മച്ചിയുടെ പേരെങ്ങനെയാ? എന്റെ പേര് അങ്കി. ആനയെ കണ്ടോ? ആനനെ കണ്ടിട്ടില്ല. ആന വന്നിട്ട് ഇങ്ങനെ ഒച്ച ഇടുന്നത് കണ്ടു. നിങ്ങൾ ഈ ഷെഡിലല്ലേ താമസിക്കുന്നത് അല്ലേ? നിങ്ങക്ക് പേടിയായിരിക്കും രാത്രി? പിന്നെ രാത്രി 2 ദിവസം വന്നിപ്പോ ആണല്ലേ? പേടിയാണെന്നാ ഉറുകി കിടക്കണത്. ആണല്ലേ? ഒച്ച ഉണ്ടാക്കാതെ കിടക്കും അല്ലേ? ഇതവിടെ ഒരു വികലാംഗിന്റെ ഓളിങ്ങനെ പൊറുപ്പ് മൂടി കിടക്കും. ആണല്ലേ? ചേച്ചിയുടെ മോളാ? എങ്ങോട്ട് ഓടാൻ പറ്റില്ലല്ലോ രാത്രി. നിങ്ങൾ 2 പേരും ഒറ്റയ്ക്ക് താമസിക്കണ്ടേ? ഇല്ല, മോനുണ്ട്. ഓന് ഈ കെട്ടുപണിക്കൊക്കെ പോയിട്ട് നേരം പോയി വരൂ. അതാണ് പേടി. ആ ചേച്ചി പറഞ്ഞാൽ തന്നെ ചേച്ചിയുടെ വീടിന്റെ മുറ്റത്താണ് ഇതില് പല വീട്ടിലും പല വീടിന്റെ മുറ്റത്ത്
ആണല്ലേ? അവർക്ക് എല്ലാവർക്കും പറയാൻ 100 കാര്യങ്ങളുണ്ട് കേട്ടോ. എല്ലാ വീടിൻ്റെയും മുറ്റത്തോടെയും സൈഡിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളേതായാലും ആ വീഡിയോ എടുത്ത് ആ വീടിൻ്റെ മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു പ്രദേശം പുഴമൂല എന്ന് പറയുന്ന ആ പ്രദേശം അത്യാവശ്യം നമ്മൾ നടന്ന് ആന വന്ന് പ്രശ്നം ഉണ്ടാക്കിയ പ്രദേശങ്ങളെല്ലാം കണ്ടു. വലിയ ബുദ്ധിമുട്ടി തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രദേശത്തുള്ള ആളുകളുള്ളത്. ഇതൊന്നും അധികം പുറലോകമൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഒത്തിരി നാശനഷ്ടം വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ വൈകിട്ടാകുമ്പോഴത്തേക്കും ആനയുടെ മുമ്പിൽ പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് പേടിച്ചൊക്കെയാണ് ആളുകൾ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നതും വൈകിട്ട് കഴിയുന്നതും 6 മണി 7 മണിയോട് കൂടി തന്നെ അവർ വീട്ടിലെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് മേപ്പാടി പുഴമൂല എന്ന പ്രദേശത്തുള്ള ആളുകൾ ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നത്. വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.